ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വടാപ്പാവ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? എങ്ങനെ ഉണ്ടാക്കുന്നത്? വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഞാനൊരു 2-3 ഉരുളൻകിഴങ്ങ് വേവിക്കാൻ വെക്കുന്നുണ്ട്. രണ്ടായിട്ട് കണ്ടിച്ചിട്ട് വെള്ളം ഒഴിച്ച് ശകലം ഉപ്പ് ഇട്ടിട്ട് ഞാനത് വേവിക്കാൻ വെക്കുവാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊരു 2-3 വിസിൽ അടിച്ച് നമുക്ക് നന്നായിട്ട് വേവിക്കാം. നല്ലതായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ അത് അവിടെ ഒരു സൈഡിലിരിക്കട്ടെ. ഇനി നമുക്കിതിന് വേണ്ട ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇതേ ഉരുളൻകിഴങ്ങ് വെന്ത് വരുമ്പോഴത്തേന് അതിലേക്ക് ചേർക്കാനുള്ള ഒരു മസാല കൂടെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം ഇതുപോലെ. അപ്പോൾ അത് ചതച്ച് മാറ്റി വെക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ മാറ്റി നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് ഉടച്ച് വെക്കണം. നന്നായിട്ടൊന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെ വെച്ചാൽ നന്നായിട്ടിതൊന്ന് സ്മാഷ് ചെയ്ത് വെക്കാം. ഇതുപോലെ സ്മാഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരല്പം കടുകും ജീരകവും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ജീരകമൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. ജീരകം ചേർക്കണം കേട്ടോ, എന്നാലേ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ജീരകം ഇട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ അല്ലേ, അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഒരല്പം കായം ചേർക്കുന്നുണ്ട് കേട്ടോ. കായം ചേർക്കണം. കായം ചേർത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് അവിടെ ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് ഉരുളൻകിഴങ്ങ് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ ഒരല്പം ഉപ്പുകൂടി ചേർത്ത് ഇനി നന്നായിട്ട് ആ ഉപ്പെല്ലാം പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റാം. ഇനി ഇത് ആറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ആറാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കാം കടലമാവിൻ്റെ. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് ഞാൻ കുറച്ച് കടലമാവ് ഇടുന്നുണ്ട്. കടലമാവ് ഇട്ടിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ്. അപ്പോൾ ഉപ്പ് ചേർത്തു. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമുക്ക് എരിവായിട്ടൊന്നും അധികം വേണ്ട. നമ്മൾ പച്ചമുളകൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ എരിയുള്ള അല്പം മുളക് പൊടിയും. ഞാനിപ്പോൾ ഒരു നിറത്തിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിയും കൂടെ വേണമെങ്കിൽ അല്പം എരിവുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് അയമോദകമാണ്. അയമോദകം കൂടെ ഞാൻ കയ്യിലിട്ടൊന്ന് ഞെരടി അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരുപാട് ലൂസ് ആവാതെ നമുക്ക് ഒന്ന് നന്നായിട്ട് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതേപോലെ ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറെ പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ആ കടലമാവിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കിയ ശേഷം നമ്മൾ ബൂന്തി ഉണ്ടാക്കത്തില്ലേ, അതുപോലാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വടാപ്പാവൊക്കെ ഇട്ടുമ്പോൾ അതിലൊരു റെഡ് കളറ് ഒരു പൊടി പോലെ കാണില്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചൂടാക്കി മാറ്റി വെക്കുന്നുണ്ട്. അതൊന്ന് ആറട്ടെ. ഇനി നമുക്ക് 2-3 പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറി അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. നമുക്ക് വടാപ്പാവിനകത്ത് വെച്ച് നമ്മൾ കഴിക്കില്ലേ മുളക്, അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് മാറ്റി വെക്കുന്നു. അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഞാൻ വിതറി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റിലേക്കുള്ള കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ബൂന്തിയും ആ വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ഒരല്പം മുളക് പൊടി ചേർത്ത്, ഇതിപ്പോൾ ഞാനൊരല്പം എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് പൊടിച്ച് വെക്കാം. ഒന്ന് നന്നായിട്ട് പൊടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചട്നി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഗ്രീൻ ചട്നിയാണ്. അതിന് മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഒരല്പം ഉപ്പ് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അപ്പോൾ നമ്മുടെ വടാപ്പാവിന് വേണ്ട ചട്നികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഉരുളൻകിഴങ്ങ് ഒരു മീഡിയം സൈസ് ബോളായിട്ട് തന്നെ ഉരുട്ടണം. ഇതുപോലെ ഉരുട്ടി ഈ കടലമാവിൻ്റെ ബാറ്ററിലേക്ക് മുക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളൊരു ബോണ്ട പോലെ ഇതുപോലെ ഞാനിന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ ബോളുകളായിട്ട് ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിരിച്ചും മറിച്ച് വിട്ട് ഞാനിത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കുന്നുണ്ട്. നമുക്കിതൊക്കെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നതാണ്. നമ്മൾ ഈ റോഡിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാനേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഇനി നമുക്ക് ആ ബന്നി ഞാനൊന്ന് ചെറുതായിട്ട് ബട്ടറിലൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ലൈറ്റായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ. നിങ്ങൾക്കത് വേണമെന്നില്ല, ഇതൊരു ചെറിയ ടേസ്റ്റ് കൂടും. അപ്പോൾ അതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ബന്നിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ ചട്നി നമുക്ക് ചേർക്കാം. ഇനി ഒരു സൈഡിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പൊടിയുണ്ടല്ലോ ബൂന്തിയുടെ, അതുകൂടെ ചേർത്തിട്ട് നമ്മൾ
നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ വടയും കൂടെ വെച്ച് നമുക്ക് അടയ്ക്കാം. തിരിച്ച് വെച്ച് അടയ്ക്കേണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഇത് പോയത് കേട്ടോ, പൊടി താഴെ പോയി. അപ്പം എന്നിട്ട് പച്ചമുളകും വെച്ച് നമുക്ക് നല്ലതായിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയായി വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.